സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇനി ഞാൻ നിങ്ങളെ അറിയിക്കാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട് ടൗൺഷിപ്പിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. വയനാട് ടൗൺഷിപ്പ് എന്ന് പറയുന്ന ഒരു വലിയൊരു പദ്ധതി അതെന്നാണ് നടപ്പിലായതെന്നും അതിൻ്റെയൊക്കെ ആരാണ് അതിൻ്റെ ഈ സ്ഥാപകനെന്നും അല്ലെങ്കിൽ അതിൻ്റെ തുടക്കം കുറിച്ചത് ആരാണെന്നും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ചില ആളുകൾ ഇന്ന് പറയുന്നത്, ചില ആളുകൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞിക്കുട്ടന്മാരും കുറച്ച് SDP-യിലുള്ള ആളുകളുമൊക്കെ ലീഗുകാരും ഒക്കെയാണ് പറയുന്നത്. അവരൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ VD സതീശൻ സർക്കാരായിട്ട് വന്നതിന് ശേഷം അല്ലെങ്കിൽ ഭരണപക്ഷമായിട്ട് വന്നതിന് ശേഷമാണ് ഇതൊക്കെ നടപ്പിലായതെന്നാണ്. അപ്പോൾ പിണറായി വിജയൻ ഇവിടെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു. ഈ വയനാട് ടൗൺഷിപ്പിൻ്റെ പേരിൽ ഒരുപാട് ഫണ്ട് എടുത്തിട്ട് സെക്രട്ടേറിയറ്റിലേക്കുള്ള ലാപ്ടോപ്പ്, മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ, അങ്ങനെയൊക്കെ കുറേയൊക്കെ വാങ്ങിയതിൻ്റെ പേരിലും അതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള രേഖകൾ ഞങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകണ്ഠൻ നായർ അടക്കമുള്ള 24 ന്യൂസിൻ്റെ മൂത്ത മാധ്യമ പ്രവർത്തകരെയൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ഈ ശ്രീകണ്ഠൻ നായർ മാധ്യമപ്രവർത്തന രംഗത്ത് പുള്ളി വന്നു എന്നേ ഉള്ളൂ, ഒരിക്കലും ഒരു മാധ്യമപ്രവർത്തകനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ അങ്ങനെയൊക്കെ കൊണ്ടുവന്നുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഒരു ഈ പറയുന്ന വിമർശനം അങ്ങ് കൊട്ടിഘോഷിക്കാനായിട്ട് കളറാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. എന്നാൽ അത് രണ്ട് നില പൊട്ടി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അടപടലം മൂഞ്ചി എന്നൊക്കെ പറയുന്നത് പോലെ തേഞ്ഞൊട്ടിപ്പോകുന്നൊരവസ്ഥയും നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ അവിടെ ഒരു സാമ്രാജ്യം പടുത്തുയർത്തിയിട്ട് പോയിട്ട് ഭരണത്തിൽ നിന്ന് മെയ് 4-ാം തീയതി അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത്, ജനങ്ങൾ തോൽപ്പിച്ചു വിടുന്ന സമയത്ത് ആ നാട്ടിലെ വയനാട്ടിലെ ജനങ്ങളെ കൂടി ആ ജനങ്ങൾക്ക് അടക്കമുള്ള ആളുകളാണ് തോൽപ്പിച്ചിട്ടെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയവുമില്ല. അവസാനം ഇന്നത്തെ ഇപ്പോൾ അവസ്ഥ എന്താണ്? ആ വയനാട്ടിലെ ജനങ്ങളടക്കം കേരളത്തിലെ നല്ലൊരു ശതമാനം ജനങ്ങളും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള കൃത്യമായിട്ടുള്ള തെളിവ് ഞാൻ നിങ്ങളൊരു ന്യൂസ് കാണിച്ചു തരാം. ഇതൊരിക്കലും കൈരളി TV പങ്കുവച്ചിരിക്കുന്നതോ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ പങ്കുവച്ചിരിക്കുന്നതായിട്ടുള്ള വാർത്തയൊന്നുമല്ല. ഇവരെ എപ്പോഴും പൂക്കി മന്ത്രിയെയും പൂക്കി മുഖ്യമന്ത്രിയുടെ ആളുകളെയും എല്ലാം എപ്പോഴും ഇങ്ങനെ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചുകൊണ്ട് അവരാണ് വലിയ സംഭവം, അവരാണ് തരംഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഒരു ചാനൽ, ഒരു മുഖ്യധാര മാധ്യമം തന്നെയാണ് ഏഷ്യാനെറ്റ് ന്യൂസ്. അവർ തന്നെ പങ്കുവച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ്, ഞാൻ കാണിച്ചു തരാം. ചൂരൽമല ദുരന്തബാധിതർക്കുള്ള കോൺഗ്രസിന്റെ വീട് നിർമ്മാണത്തിനായി തറക്കല്ലിടൽ ചടങ്ങ് നടന്നിട്ട് 108 ദിവസം. കുന്നുമറ്റയിലെ ഭൂമിയിൽ ഒരു വീടിന്റെ പോലും നിർമ്മാണം തുടങ്ങിയിട്ടില്ല. എന്ന് നിർമ്മാണം തുടങ്ങുമെന്ന് പറയാനാകാതെ കോൺഗ്രസ് നേതൃത്വം ആശയക്കുഴപ്പത്തിലുമാണ്. റോബിൻ മാത്യു മറ്റത്തിൽ അവിടെ തയ്യാറാക്കി റിപ്പോർട്ട് കാണാം. ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് 100 വീടുകളാണ് കോൺഗ്രസ് നേതൃത്വം നിർമ്മിച്ചു നൽകുന്നത്. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച വീടുകൾ, KPCC നേതൃത്വം പ്രഖ്യാപിച്ച വീടുകൾ, യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളൊക്കെ തുടക്കത്തിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരുന്നു. എങ്കിലും ഒടുവിൽ 100 വീടുകളാണ് ഞങ്ങൾ ദുരന്തബാധിതർക്ക് നൽകുന്നത് എന്നാണ് നേതൃത്വം പറഞ്ഞത്. അതിന്റെ നിർമ്മാണം ഉടൻ നടത്തുമെന്നും പല തവണകളിലായി കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു കഴിഞ്ഞു. ഞാനീ നിൽക്കുന്ന കുന്നമ്പറ്റയിലെ 5.5 ഏക്കറിലാണ് കോൺഗ്രസ് നേതൃത്വം ഈ വീടുകളൊക്കെ നിർമ്മിക്കാൻ പോകുന്നത്. ഒരു മിനി ടൗൺഷിപ്പ് തന്നെ ഞങ്ങൾ നിർമ്മിച്ചു നൽകുമെന്ന് അവർ അവകാശപ്പെടുകയും ചെയ്തിരുന്നു. ഫെബ്രുവരി 26-ാം തീയതി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ഈ ഭൂമിയിൽ വെച്ച് അതിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നടത്തിയത്. പ്രിയങ്ക ഗാന്ധി MP, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, KPCC പ്രസിഡന്റ് തുടങ്ങിയ കോൺഗ്രസിന്റെ നേതൃനിര ഒന്നാകെ അതിന് സാക്ഷിയാവാനായി ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഉടൻ നിർമ്മാണം നടത്തുമെന്ന് നേതൃത്വം പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ എല്ലാവരും കരുതിയത് 1-2 ദിവസത്തിനുള്ളിൽ അതിന്റെ നിർമ്മാണം തുടങ്ങുമെന്നാണ്. ആ ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, ആഴ്ചകൾ പിന്നീട് മാസങ്ങളായി. എന്ന് കൃത്യം പറഞ്ഞാൽ 108 ദിവസമായിരിക്കുകയാണ്. ഇതുവരെ ഒരു വീടിന്റെ പോലും നിർമ്മാണം തുടങ്ങാൻ യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. അവരുടെ അവകാശവാദങ്ങളൊക്കെ പരാജയപ്പെടുന്നതാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. എന്തെങ്കിലുമൊക്കെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ടാകുമെന്ന് കരുതി വരുന്നവർക്ക് കാണാൻ കഴിയുന്നത് ഈ ഭൂമിയുടെ അതിനോട് ചേർന്നിട്ടുള്ള ഒരു വലിയ കിണർ മാത്രമാണ്. ആ കിണറിന്റെ തന്നെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല എന്നതാണ് കൗതുകകരമായ കാര്യം. എന്താണ് ഇതിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് മേപ്പാടി പഞ്ചായത്തിൽ 18 വീടുകളുടെ അപേക്ഷ കോൺഗ്രസ് നേതൃത്വം നൽകിയിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. പക്ഷെ അതിന്റെ പോലും അനുമതി ഇതുവരെ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. പലവിധ സാങ്കേതിക പ്രശ്നങ്ങളാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. അത് പലതും വിചിത്രവുമാണ്. എന്തായാലും നേതൃത്വം ഈ 5.5 ഏക്കറോളം വരുന്ന ഭൂമി 3ആയി ഭാഗിച്ച് അതിന്റെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് DCC പ്രസിഡന്റിന്റെ പേരിൽ, മറ്റൊന്ന് KPCC പ്രസിഡന്റിന്റെ പേരിൽ, മറ്റൊന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിലാണ് ഇതിന്റെ രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്നത്. കണ്ടില്ലേ, ഇത് ഏഷ്യാനെറ്റ് ന്യൂസ് പങ്കുവച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ ഒരു വീഡിയോ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള ചർച്ച ചെയ്തിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. ആ ഒരു വീഡിയോയും കൂടി ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അത് നിങ്ങൾ കാണേണ്ട ഒരു വീഡിയോ തന്നെയാണ്. ചൂരൽമല ദുരിതബാധിതർക്കായിട്ട് കോൺഗ്രസ് പാർട്ടി വിളിച്ചു നൽകുന്ന വീടിന്റെ തറക്കല്ലിട്ടിട്ട് 100 ദിവസം പിന്നിട്ടു. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡ്, എന്താണ് എന്നത്തേക്ക് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പാർട്ടി? അതിൽ ഒരൊറ്റ കാര്യമുള്ളൂ. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വൈകൽ ഉണ്ടായിട്ടുണ്ട്. വൈകലിന് 108 ദിവസം. ഒന്ന്, ആദ്യം ഞങ്ങൾക്ക് ഭൂമി കിട്ടാനുള്ള വൈകലുണ്ടായി. 2, ഇതിന്റെ പെർമിഷൻ കിട്ടാനുള്ളതായിരിക്കുന്ന വൈകലുണ്ടായി. ഇതിന്റെ ഇപ്പൊ ഞങ്ങള് ജില്ലാ ടൗൺ പ്ലാനർക്ക് ഇതിന്റെ എല്ലാ ക്രമീകരണവും നടത്തി ഞങ്ങൾ കൊടുത്ത അപ്ലിക്കേഷന്റെ മേലെ
17 കുറിയിട്ട് ഞങ്ങൾക്ക് അതിന് മറുപടി തന്നു. അതിന്റെ റെക്ടിഫൈ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്വീകരിച്ചതായ റിപ്പോർട്ട് അടക്കം റെക്ടിഫൈ ചെയ്ത് ഞങ്ങൾ അതിന് മറുപടി കൊടുത്തു. ആ മറുപടി കൊടുത്തത് കഴിഞ്ഞ ആഴ്ചയാണ്. ആ മറുപടിയുടെ മേലെ ഇനി ഞങ്ങൾക്ക് ദിവസങ്ങൾക്കകം അതിന്റെ ലേഔട്ട് പെർമിഷൻ കിട്ടും. പെർമിഷൻ ആയി കഴിഞ്ഞാൽ ഇപ്പോ കിണറിന്റെ നിർമ്മാണം ഏകദേശം കഴിഞ്ഞു. ഇനി അതിന്റെ പെർമിഷൻ ഒരു ദിവസങ്ങൾക്കകം വിത്തിൻ ഡേയ്സ് കിട്ടിക്കഴിഞ്ഞാൽ നിർമ്മാണം ആരംഭിക്കും. നിർമ്മാണം നടത്തുന്ന നിർമ്മാൺ ഏജൻസി കൺസ്ട്രക്ഷൻ സ്ഥാപനം ഈ പെർമിഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. കഴിഞ്ഞ 108 ദിവസങ്ങളായിട്ട് ഈ നിർമ്മാണ ഏജൻസികൾ ഈ ഒരു പെർമിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു പേപ്പർ ക്ലിയറൻസിങ്ങിനായിട്ട് വെയിറ്റിംഗ് ആണ്. ഈ കഥയൊക്കെ നിങ്ങളുടെ അണികളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കുമായിരിക്കും. ചോറ് തിന്ന് ജീവിക്കുന്ന കേരളത്തിലെ നല്ലവരിൽ നല്ലവരായിട്ടുള്ള ഈ പ്രബുദ്ധ കേരളത്തിലെ ബുദ്ധിയുള്ള ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സിദ്ദിഖ് സാറേ, ഈ ടി സിദ്ദിഖിനെ എന്തുകൊണ്ടാണ് വിജയിപ്പിച്ചതെന്ന് പലരോടും ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്ന വലിയ വികസനങ്ങൾ ചെയ്തു എന്നാണ്. എന്നാൽ എടുത്തു പറയാനായിട്ട് ഏതെങ്കിലും ഒരു വികസനം പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവർ പറയും അന്ന് ഭരണപക്ഷമായിരുന്നത് ഇടതുപക്ഷമല്ല, അവർ ചെയ്യേണ്ട സമയത്ത് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് നിങ്ങൾ ഈ പറയുന്ന ടി സിദ്ദിഖ് ചെയ്ത വികസനം? ഈ ദുരന്ത ബാധിതർക്ക് വീടും കുടിയും എല്ലാം നഷ്ടപ്പെട്ട്, ഉറ്റവരും ഉടയവരും എല്ലാം നഷ്ടപ്പെട്ട്, പെട്ടെന്നൊരു രാത്രി ഇരുണ്ട് വെളുത്തപ്പോഴത്തേക്കും എല്ലാം നഷ്ടപ്പെട്ട്, എല്ലാം കൺമുൻപിൽ ശിഥിലമായി നിൽക്കുന്ന, അല്ലെ കൺമുൻപിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം തകർന്ന് ശിഥിലമായി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളായിരുന്നു വയനാട്ടിലുണ്ടായിരുന്നത്. ആ ആളുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കിണറാണ്. മഴ പെയ്യുമ്പോൾ കയറി കിടക്കാൻ ഒരു കൂരയല്ല, കിണറാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അന്ന് ഈ ഒരു വിഷയം ഉണ്ടായ അന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പെണ്ണുപിടിയൻ, അവനെ അങ്ങനെ തന്നെ വിളിക്കണം, ആ ഒരു പെണ്ണുപിടിയനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് പറഞ്ഞത് ഞങ്ങൾ 100 വീടുകൾ വെച്ച് നൽകും. ഇടതുപക്ഷം വീട് കൈമാറ്റം ചെയ്യുന്നതിന് മുൻപ് തന്നെ 100 വീടുകൾ എന്ന് പറയുന്ന ഒരു പദ്ധതി, ആ ഒരു മിനി ടൗൺഷിപ്പ് എന്ന് പറയുന്ന ഒരു പദ്ധതി ഞങ്ങൾ യാഥാർത്ഥ്യമാക്കുമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇപ്പോൾ എവിടെയാടാ രാഹുൽ മാങ്കൂട്ടമേ വീട്? നീ നിന്റെ വീട്ടിലുമായി, ജനങ്ങൾ പെരുവഴിയിലുമായി. ഈ വയനാട്ടിലെ ജനങ്ങൾ തന്നെ നല്ലൊരു ശതമാനം, വയനാട്ടിലെ ഈ ചൂരൽമലയിലെ ജനങ്ങളും, ഈ ജനങ്ങളെന്ന് പറയാൻ പറ്റില്ല, നന്ദികെട്ട ജനങ്ങളെന്ന് വേണമെങ്കിൽ പറയണം, ആ നന്ദികെട്ട ആളുകളും വോട്ട് മാറ്റിക്കുത്തി ടി സിദ്ദിഖ് എന്ന് പറയുന്നൊരു മനുഷ്യനെ ജയിപ്പിക്കാനായിട്ട് പ്രധാന ഘടകമായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കാരണം തന്നെ ആയിട്ടുണ്ട്, അതിൽ ഒരു സംശയവുമില്ല. അങ്ങനെ ടി സിദ്ദിഖ് ഇന്നിപ്പോൾ പറയുന്നത് കിണർ ഞങ്ങൾ ഏകദേശം നൽകി. എന്നാൽ ഏഷ്യാൻ ന്യൂസ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരിക്കുന്ന വീഡിയോയിൽ അതിൽ അവർ പറയുന്നത് എന്താണ്? ഇത് ജൂൺ 6-നാണ് ടി സിദ്ദിഖ് പറഞ്ഞതെന്ന് ഓർക്കണം. ഇന്നിപ്പം ഈ 15-ാം തീയതി ആയപ്പോഴത്തേക്കും ഈ ഏഷ്യാൻ ന്യൂസ് പറഞ്ഞിരിക്കുന്നതിൽ കിണറിൻ്റെ പണി ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഒരു കിണർ മാത്രമാണ് ഈ ഒരു വലിയ ഗ്രൗണ്ടിൽ നമുക്ക് കാണാൻ പറ്റുക, അതിൻ്റെ പണിയും പൂർത്തിയായിട്ടില്ല. പിന്നെ എന്നത്തേക്കാണ് നിങ്ങൾ വീട് നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നത്? 178 വീടുകൾ നൽകുമെന്ന് പറഞ്ഞ് ഇടതുപക്ഷ സർക്കാർ 178 വീടുകളും അതിൻ്റെ കൈമാറ്റ പരിപാടികളൊക്കെ കഴിഞ്ഞു. എന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ എന്തായി? പോട്ടെ, 178 കൊടുത്തില്ലെങ്കിൽ ഇപ്പോൾ കുറേ ഈ സംഖ്യകളും കുങ്ങികളും വരും, 178 വീടുകൾ കൊടുത്തില്ല എന്ന് പറഞ്ഞോളൂ. പോട്ടെ, 178 വീടുകളിൽ എങ്ങനെ പോയാലും ഒരു 100 വീടുകളെങ്കിലും കൈമാറിയിട്ടുണ്ട്. അതിലിപ്പോൾ കയറി താമസവും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വീടെങ്കിൽ ഒരു വീട്, അതൊരു വലിയ കാര്യം തന്നെയാണ്. നിങ്ങൾ കൊടുത്ത വീട് എവിടെയാണ്? ഒരു വീട് പോലും കൊടുക്കാതെ, അവർക്ക് വേണ്ടിയിട്ട് വീടിന് വേണ്ടി വാനം പോലും എടുക്കാതെ, വെറും പ്രഹസനവും വെറും ഊളത്തരവും വെറും ചിരിയും ഉടായ്പും ഒക്കെ ആയിട്ട് വന്നിട്ട് വലിയ രീതിയിൽ മെഴുകുകയായിരുന്നു. കൊടുത്ത വീടുകളിലൊക്കെ വിള്ളലാണ്, വീടുകളിലെല്ലാം വെള്ളം കിനിഞ്ഞിറങ്ങുകയാണ്. അതിന് അരുൺകുമാർ കൊടുത്തൊരു മറുപടി നമ്മൾ കണ്ടതാണ്. UDFൻ്റെ വീടുകളിൽ ഒരിക്കലും വെള്ളം കിനിയില്ല, ഒരിക്കലും വിള്ളൽ വരില്ല, ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. കാരണം വീടെന്ന് പറയുന്നൊരു സാധനം അവരുടെ വാക്കുകളിൽ മാത്രമേ ഉള്ളൂ, പ്രവർത്തികളിൽ വീടായിട്ടില്ല. അത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെയാണ്. എങ്ങനെയാണ് വീടില്ലാത്തടത്ത് നമുക്ക് വിള്ളൽ വരിക? എങ്ങനെയാണ് വെള്ളം ഒഴുകി ഇറങ്ങുക? വീടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുക, ഇതൊക്കെ ഉണ്ടാവുക? അപ്പോൾ ഈ രീതിയിൽ മെഴുകുന്ന UDF ആദ്യം എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിക്കാനായിട്ട് ഉണ്ടെങ്കിൽ അവിടെ ചെയ്ത് കാണിക്കുക. ഒന്നുമില്ലാതെ എല്ലാം നഷ്ടപ്പെട്ട പാവങ്ങളാണ് അവിടെ ഉള്ളത്. അവരെയും കൂടി വെറുതെ പ്രഹസനങ്ങൾ കാണിച്ചും വെറും പാഴ്വാക്കുകൾ പറഞ്ഞുകൊണ്ടും പറ്റിക്കരുത്. അത് മാത്രമേ എനിക്ക് എടുത്ത് പറയാനുള്ളൂ. ഈ ഒരു വിഷയത്തിലെല്ലാം ചെയ്തു കൊടുത്തിരുന്നൊരു പാർട്ടിയെ വളരെയധികം മോശക്കാരാക്കി ചിത്രീകരിച്ചുകൊണ്ട് തന്നെയും ഈ പറയുന്ന ഒന്നും ചെയ്യാത്ത ആളുകളെ വിജയിപ്പിക്കുകയും ചെയ്തിട്ട് ഇന്നിപ്പം അലമുറയിട്ട് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്തായാലും അനുഭവിക്കുക എന്നുള്ളൊരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇവർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ പലരും പറയുന്നുണ്ട് അധികാരത്തിൽ വന്നിട്ട് 1 മാസമേ ആയുള്ളൂ, 1.5 മാസമേ ആയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ പൊന്നുമക്കളെ, ഒന്നും അറിയാത്ത ഈ എന്താ പറയുക, ഇത്തിരി പോകുന്ന പിള്ളേരൊന്നുമല്ല ഈ അധികാരത്തിലിരിക്കുന്നത്. നല്ല മുൻകാല പരിചയമുള്ള മനുഷ്യൻ തന്നെയാണ് VD സതീശൻ. അയാൾ ഇന്നലെ ഒരു സുപ്രഭാതത്തിൽ പുറപ്പെട്ടു വന്നതോ അല്ലെ പൊട്ടി വീണതോ ഒന്നും അല്ല ഒരു മന്ത്രിസ്ഥാനത്തേക്കൊന്നും. അയാൾക്ക് എല്ലാ കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്, നല്ല ദീർഘവീക്ഷണമുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ഒരു സർക്കാർ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പാതി എത്തിയിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ 1/4 ഭാഗം എത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ പൂർത്തീകരിക്കേണ്ടി വരുന്നത് ആരുടെ കടമയാണ്?
പുതുതായിട്ട് വരുന്നൊരു സർക്കാരിൻ്റെ കടമയാണ്. എന്നാൽ അത് ഞങ്ങൾ ചെയ്യില്ല, ഇടതുപക്ഷം കൈവച്ചതൊന്നും ഞങ്ങൾ ചെയ്യില്ല, എല്ലാം നശിപ്പിച്ച് കളയുമെന്നുള്ള തീരുമാനമുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ നടക്കുകയുള്ളൂ. 108 ദിവസങ്ങളല്ല, ഇനിയും 10 വർഷം കഴിഞ്ഞെന്ന് പറഞ്ഞാലും ഇവന്മാരെ കൊണ്ടൊരു തറക്കല്ലിടാൻ പോയിട്ട് ഒരു ചെറിയൊരു കല്ലെടുത്ത് അവിടെ വെക്കാൻ പോലും സാധിക്കില്ല. പണ്ട് തൊട്ടേ കല്ലിൽ പിടിച്ചുള്ള കളികളാണ്. ഉമ്മൻചാണ്ടി ഇരിക്കുമ്പോൾ കല്ലിട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴും വിഴിഞ്ഞത്തിൻ്റെ ഒരു അട്ടിപ്പേർ അവകാശം പേറിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവന്മാർ നടക്കുന്നത്. കല്ലിട്ടാൽ മാത്രം പോരാ, അതിന് മുകളിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പണിയണം. ചാണ്ടിയുമ്മൻ അടക്കമുള്ള ആളുകൾ മെഴുകുന്നത് അച്ഛൻ കല്ലിട്ടിട്ട് പോയി, ഇടതുപക്ഷം നടപ്പിലാക്കി. അച്ഛൻ കല്ലിട്ടേ നല്ല മോനയുടെ പ്രസക്തി. അതിന് മുകളിൽ ആണുങ്ങൾ കെട്ടിട സമുച്ചയങ്ങൾ പണിതുയർത്തി, വലിയ വികസന മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതിൽ കൂടി എത്രയെത്ര പാവങ്ങൾക്ക് ജോലി കിട്ടി. അതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ അച്ഛൻ കല്ലിട്ടിട്ട് പോയി, അച്ഛനിട്ട കല്ലിന് ഇപ്പോഴും നല്ല ഭംഗിയാണ്, ആ കല്ലിൻ്റെ ഒരു പവർ കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ കാർക്കിച്ച് തുപ്പും. നല്ല ബുദ്ധിയുള്ള ജനങ്ങളാണ് കേട്ടോ. അല്ലാതുള്ളവന്മാർ എപ്പോഴും മെഴുകി എന്ത് കിട്ടിയാലും ഞങ്ങൾക്കത് മതി, ഒരു പ്രശ്നമില്ല, ഞങ്ങൾ ചിരി കണ്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കുന്നവരോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വികസനങ്ങൾ വേണം, അതിൽ കൂടി അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. എന്തായാലും UDF ചെയ്യുമെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. ചെയ്യുമെന്ന് പറഞ്ഞൊരു കാര്യം ഇതുവരെയും ചെയ്തിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു തെളിവാണ് ഈ ഒരു വീഡിയോ. എന്തായാലും നിങ്ങളിത് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ എടുത്ത് പറയുകയാണ്, ഇനിയും ഒരു 2-3 വർഷം കഴിഞ്ഞാലും യുവമാരെ കൊണ്ട് ഒരു കോപ്പും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഞാനിവിടെ കുറിച്ച് വെക്കുകയാണ്. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ.